ഭീകരമായ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷ എന്ന് പറഞ്ഞാൽ വധശിക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അത് സംബന്ധമായി 26-ാം തീയതി വീണ്ടും ഹൈക്കോടതി കേൾക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഉന്നയിച്ച കേരളത്തിലെ CPIM നേതാക്കന്മാർ ആലോചിച്ചുകൊണ്ട് നടത്തിയ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് ഇത് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ CPM ചെയ്യേണ്ടത് ധാർമ്മികമായി ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത്, കാരണം CPM ലീഡർഷിപ്പിന്റെ ആലോചനയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ കൊലപാതകം നടന്നത് എന്നുള്ള അംഗീകരിക്കാനുള്ള മാന്യത CPMന്റെ കേരള നേതൃത്വം തയ്യാറാകണം. അത് ഈ കേരളത്തിലെ ജനങ്ങളോട് ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പ് പറയാൻ വേണ്ടി CPM നേതൃത്വം തയ്യാറാകണം. CPIMന്റെ ഭരണ സ്വാധീനം, അവരുടെ മണി പവർ, അവരുടെ പാർട്ടിയുടെ മേൻ പവർ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും ഈ കേസിന്റെ അന്വേഷണം അലങ്കോലപ്പെടുത്താൻ, അന്വേഷണം തടയാൻ വേണ്ടിയുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തി അതിന്റെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഒരു പരിധിവരെയെങ്കിലും ഈ CPIMന്റെ നേതാക്കന്മാരായിട്ട് ആളുകളെ ഉൾപ്പെടെ ശിക്ഷ ഉറപ്പുവരുത്താൻ ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞത്. തീർച്ചയായും സുപ്രീം കോടതി അതിന്റെ ഏറ്റവും ഉയർന്ന രൂപത്തിലേക്ക് ഞങ്ങൾ ഉന്നയിച്ച ഈ ഏറ്റവും ഉയർന്ന ശിക്ഷയും അതുപോലെ P. മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന പോരാട്ടം ഞങ്ങൾ ഇനിയും നിയമ പോരാട്ടവും മുന്നോട്ട് പോകും. തീർച്ചയായും ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്, CPIMന്റെ കള്ളക്കഥകൾ, കൊലപാതകം നടത്തിയിട്ട് നട്ടാൽ പൊടിക്കാത്ത നുണകളുടെ ഒരു പ്രചരണമായിരുന്നു CPM നടത്തിയത്. ആ ഭേദഗതികൾ മുഴുവൻ പൊളിഞ്ഞിരിക്കുകയാണ് എന്ന് സംശയരഹിതമായി ഇപ്പോൾ ഹൈക്കോടതി വിധിയോടുകൂടി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് P. മോഹൻ മാത്രമല്ല, ഞങ്ങൾ അപ്പീല് നിലവിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ശിക്ഷ, വധശിക്ഷയ്ക്ക് വിധേയപ്പെടേണ്ട ആളുകളാണ് ഇവർ. എൻ വേണുവിന്റെ വാക്കുകളാണ് കേട്ടത്. CN പ്രകാശ്.